ഞങ്ങളെ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി നിങ്ങളെ അല്ലേ കൂടുതൽ അറിയുന്ന ആൾക്കാർ എന്തായാലും നിങ്ങളായിരിക്കും. ഇത് ഞങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ പഴയ, അവിടെ എന്തായിരുന്നു ശരിക്കും അത് എന്താ ഫർണിച്ചറാക്കി? പിന്നെ എന്തൊരു മറ്റേ കത്തിച്ച് കളയുന്ന പോലെ ഒരു ഇതിന്റെ ഇതൊക്കെ കണ്ട ഒരു ഫർണസ് പോലെയൊക്കെ ഇവിടെ ഈ തലക്കില് കരി പിടിച്ച പോലെ മരം കത്തി അതാണ് അല്ല ശരി മരമായിട്ട് ഇത് ചെയ്യുന്നതല്ല. ഇതിന് മൊത്തം കനോലി പ്ലോട്ട് അപ്പുറത്താ? ഓ അത് ശരി. ഇതല്ല അല്ല അവിടേക്ക് തന്നെ കറക്കായി ജങ്കാർ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ തൂക്കുപാലില്ല. ആ അന്നത്തെ അതിലെ ഉണ്ടാക്കുന്നുണ്ടോ? പണിയുന്നുണ്ട്. നമുക്ക് 2-3 മാസമായിട്ട് ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു. അത് മഴ ശരി വെള്ളം കൂടിയുണ്ടല്ലോ. ഒരുപാട് പുഴകൾ വന്ന് ചെയ്തിട്ടുണ്ട്. വെള്ളം പെട്ടെന്ന് താഴെ നമുക്ക് ഷട്ടർ ഇടാണ്ട് അവിടെ ഒരു ഓടായിക്കല് ബ്രിഡ്ജ് ഉണ്ട്. വേനൽക്കാലത്ത് ഷട്ടർ ഇട്ടു റെഗുലേറ്റർ ബ്രിഡ്ജ് പോലത്തെ ബ്രിഡ്ജ്. ആ ശരി. അപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഷട്ടർ പൊന്തിക്കും. അപ്പൊ നല്ല ഒഴുക്കായിരിക്കും. നല്ല ഒഴുക്കാം. അപ്പൊ ജങ്കാർ ശരി ശരി. ഇത് നിങ്ങളിപ്പോ ഫോറസ്റ്റിന്റെ അണ്ടറിലാണോ? ഡെയിലി ഇങ്ങനെ നിങ്ങളെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകും അങ്ങനെ? അതെ ശരി ശരി. അപ്പോൾ ഇവിടേക്ക് എത്ര ദൂരമുണ്ട്? അപ്പോൾ നമ്മളെ ജംഗ്ഷനിലേക്ക് ഇവിടെ തന്നെ ശരിക്കും ഈ സമയത്ത് വന്നാൽ അങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല, അതിൽ കയറാനൊന്നും അല്ലേ? ഓക്കെ. നിങ്ങള് ചേച്ചി ഇവിടുത്തെ എല്ലാവരും ഇവിടുത്തെ ശരി. അപ്പൊ നിങ്ങളെങ്ങനെ അങ്ങോട്ട് വരുന്നു? നിങ്ങളെങ്ങനെ അവിടെ ഉണ്ട്? ഓ അങ്ങനെ ചുറ്റി ഇങ്ങനെ വരണം അല്ലേ? ശരി. ഓക്കെ, താങ്ക് യു ചേച്ചി. ഞാൻ കോഴിക്കോടാണ്. ശരി. അപ്പോൾ ഇവര് ചേച്ചി പറഞ്ഞവരാണെങ്കിൽ ഈ സമയം നമ്മൾ നല്ല മഴ പെയ്യുന്ന ഈ സമയത്ത് നമുക്ക് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം മഴ കുത്തൊഴുക്കാണ് ഇപ്പോൾ പുഴയിൽ. അപ്പോൾ ജങ്കാറും പിന്നെ കഴിഞ്ഞ 2019 വെള്ളപ്പൊക്കത്തിലാണ് അവിടുത്തെ തൂക്കുപാലം തകർന്നു പോയത്. അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ പുതിയ തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ പിന്നെ ജങ്കാർ ഉണ്ടായിരുന്നു, ജങ്കാർ സർവീസ്. അതിപ്പോൾ ഈ ഒഴുക്കുള്ളതുകൊണ്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കുറച്ചപ്പുറത്തൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉണ്ട് എന്നാണ് ചേച്ചി പറഞ്ഞത്. അത് ഈ മഴക്കാലത്ത് തുറന്നു വിടുന്നതുകൊണ്ട് ആണ് ഇപ്പോൾ അതിനൊരു ഒഴുക്ക് കൂടുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇത്. കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ശരിക്കും ആ ജങ്കാർ കടന്ന് അപ്പുറം കടന്നിട്ടാണ് കനോലി പ്ലോട്ട്. ഇതല്ല കനോലി പ്ലോട്ട്, അവിടേക്കാണ് ശരിക്കും പോകേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഇന്നത്തെ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ കര വരെ മാത്രമേ പോകാൻ കഴിയുള്ളൂ. ഓക്കെ.